കാര്യങ്ങളല്ല പറഞ്ഞത്, ഒക്കെ അവരവരുടെ കാര്യങ്ങൾ, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ തൃശ്ശൂർ കുന്നംകുളത്തുണ്ടായ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് മൊത്തം. ഇപ്പോൾ വെടുത്തമുട്ട ബ്ലോക്കായിരുന്നു. പിന്നെ എന്നാൽ ഇവിടെ ഒരു സിഗ്നലിൻ്റെ സിസ്റ്റം വേണം തീർച്ചയായിട്ടും. അല്ലാതെ മര്യാദയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പുച്ഛം തോന്നും. കാരണം ഇപ്പോഴത്തെ ഒരു പ്രകൃതം കൂടി അങ്ങനെയാണ്, എല്ലാവരുടെയും പ്രകൃതങ്ങൾ അങ്ങനെയാണ്. ഈ ആരാണ് അത് പറയാൻ, ഞങ്ങൾക്കറിയാം ഈ ചിലക്കാണ്ട് എന്ന പല ഓരോ വീഡിയോയിലും ഓരോ കമൻറ്റ് വളർത്തിയ ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലെ സർക്കാർ. ഒരിക്കലും കുറ്റമല്ല കേട്ടോ പറയണത്, കുറ്റമല്ല. അപ്പോൾ അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒക്കെ ശരിയാണെന്നുള്ള നമ്മൾ ധരിക്കുന്നതാണ് അവരുടെ വിശ്വാസം. ഒരിക്കലുമില്ല. ശരണം അയ്യപ്പ. അപ്പോഴേ ഇപ്പം പോയി അയ്യപ്പനോടാണ് കളി, അയ്യപ്പനോടാണ് പുലിക്കളി. അപ്പോൾ പറയണത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നമുക്ക് വൈകുന്നേരത്ത് എന്തെങ്കിലുമൊക്കെ പറയണം, എന്നാലേ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം ഇങ്ങനെ പോയിട്ടൊരു കാര്യമല്ല. അപ്പോൾ പിന്നെ ശബരിമലയിൽ ഉള്ള അയ്യപ്പന് സമർപ്പിച്ചിട്ടുള്ള സ്വർണ്ണപാളി ഇപ്പം കാണാനില്ല. അപ്പോൾ എന്താണ് ഇത്, ആരാണ് കൊണ്ടുപോയത്, ഇതെങ്ങനെയാണ് കൊണ്ടുപോയതെന്നും ദേവസ്വം മന്ത്രിക്ക്, ദേവസ്വത്തിൻ്റെ ആർക്കും അറിയില്ല അത്രേ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യ കേരളം നമ്പർ 1 അത് തള്ളുകൊണ്ട് മാത്രം നമ്പർ 1 നമ്മുടെ ആരോഗ്യ കേരളം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴികൾ മാത്രം പഴി ചാരുക. അതായത് ഞാൻ ചെയ്തതാണ് ശരി, ഞങ്ങൾ ചെയ്തതാണ് ശരി, നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക നിരന്തരം. അപ്പോൾ നിയമസഭയിൽ സാർ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്, ഇയാളെ പേരെന്നല്ല, ഷംസീറോ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ ആ സാർ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ 2 ആൾക്കാർ സെക്യൂരിറ്റി ആണ് തോന്നുന്നുണ്ട്. ഒന്നിപ്പോൾ നിയമസഭയിലെ സമ്മേളനത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കും ചിരിച്ച് ചത്തു, അവരും ചിരിച്ച് ചത്തിട്ടുണ്ടാവും. കാരണം ഇവിടെ നിയമസഭയിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങളല്ല പറയണത്, ഒക്കെ അവരവരുടെ കാര്യങ്ങൾ, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ തൃശ്ശൂർ കുന്നംകുളത്തുണ്ടായ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് മൊത്തം ഇപ്പോൾ ചർച്ചയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വയം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സർക്കാരിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സർക്കാർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നിയമസഭയിൽ വി.ഡി. സതീശൻ പറയുന്നു, നിങ്ങൾ പിന്നെ ഞങ്ങളുടെ ആൾക്കാരെ തൊട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ വെറുതെ വിടില്ല, ഞങ്ങൾ കാക്കിക്കുള്ളിലെ അങ്ങനെ കലാകാരന്മാരെ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ശരി, സമ്മതിച്ചു. പക്ഷെ വി.ഡി. സതീശനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഭരണം അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ തൊടാൻ കഴിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വെറുതെ ഇട്ട് വായിട്ടടയ്ക്കുക എന്നല്ലാതെ ഒരു പ്രയോജനം അതില്ല. അപ്പോൾ പിണറായി വിജയൻ പറയുന്നുണ്ട്, പോലീസുകാരെ 1900 പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതലുള്ളത്, അതുപോലെ തന്നെ UDFൻ്റെ ഭരണകാലത്തുള്ള പോലീസിൻ്റെ ഓരോ മർദ്ദന മുറകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മൂപ്പരെ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ഈ 2018 തൊട്ടിട്ട് 2025 വരെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത് മാത്രമാണ് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് മനസ്സിലായത് അത് ആ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എഴുതി കൊടുത്തൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം മൂപ്പർക്ക് സ്വന്തമായിട്ടൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല, ശരിക്കും അതാണ്. ഇപ്പോൾ പല പ്രസംഗ വേദികളിലും മൂപ്പർ മൈക്ക പൊട്ടിച്ച് വലിച്ചെറിയുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തൊരു ധാർഷ്ട്യമുള്ള സ്വഭാവമാണിത്. അയ്യേ, വളരെ മോശം, വളരെ മോശം. കേരള ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ഇതുപോലുള്ളൊരു മുഖ്യമന്ത്രിയെ ഒരാൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരു വ്യക്തിക്കും അറിയണ്ടാവില്ല. അപ്പോൾ പിണറായി വിജയനെ സംസാരിക്കണമൊക്കെ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അതിൽ പറയണം പറയാതിരിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയാൻ പറ്റില്ല.
അത് പിന്നെ ഒരിക്കലും ഞാൻ പറയാം. ദേവൻ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ കേരളം ഇപ്പോൾ ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ അസുഖത്തിന് എപ്പോഴാണ് എന്നാണ് ലീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച മാത്രമാണ് ലീവ്. കാരണം നമ്മളൊക്കെ പിന്നെ ഓട്ടം പോകുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവിടെ രോഗികൾ വളരെ കമ്മിയായിരിക്കും. കാരണം ഞായറാഴ്ചകളിൽ രോഗത്തിന് ലീവാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യ കേരളം മികച്ചതാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥകൾ. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി ആണെന്ന് പറയുന്നത്. എന്ത് ഗോഡ്സ് ഓൺ കൺട്രി? എവിടെ ഗോഡ്സ് ഓൺ കൺട്രി? എല്ലാ പിന്നെ റോഡിലുള്ള മരങ്ങളും എല്ലാതും വെട്ടി വെയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ വികസനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയാണ്ടിരിക്കുക നല്ലത്. വികസനത്തിന് തിരി കൊളുത്തിയ ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലെ സർക്കാർ. ഒരിക്കലും കുറ്റമല്ല കേട്ടോ പറയണത്, കുറ്റമല്ല. അപ്പോൾ അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒക്കെ ശരിയാണ് എന്നുള്ള നമ്മൾ ധരിക്കുന്നതാണ് അവരെ വിശ്വാസം. ഒരിക്കലുമില്ല. അപ്പോൾ വികസന കാര്യം പറയുമ്പോൾ നമുക്കത് പറയാതിരിക്കുക നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഓരോ ആൾക്കാർ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവാസികളായ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാരനെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടേതായ പാർട്ടിയിലുള്ള CIT-ക്കാർ പിന്നെ കൊടി കുത്തലും പിന്നെ അങ്ങനെ വേണ്ടാത്ത രീതിയിൽ പൊട്ടി പുറപ്പെടുവിക്കുന്ന ഒരു പരിപാടിയും കൂടി കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനാണ് എന്നാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യം കേട്ടോ. അപ്പോൾ പിന്നെ ആരോഗ്യ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആരോഗ്യ കേരളം നമ്പർ 1 ആണ്. ഈ കപ്പിത്താൻ മുങ്ങുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പിത്താനെ മുങ്ങി, കപ്പിത്താനൊക്കെ മുക്കി, അതായത് ഈ സിസ്റ്റം തന്നെ മുക്കി. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും മുക്കി എന്ന് പറഞ്ഞാൽ മുക്കി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓരോ അസുഖങ്ങൾ വന്നിട്ട് നമ്മുടെ നാട്ടിൽ മരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ ആൾക്കാർ. അപ്പോൾ ഇതിൽ പിന്നെ വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജിന് ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയില്ല. ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആ കെട്ടിടം പൊളിഞ്ഞ് വീണിട്ട് അതിൻ്റെ ഉള്ളിൽ ആരും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അവരങ്ങനെയല്ല പറയണ്ടായിരുന്നത്, നമുക്കൊരു നോക്കി നോക്കാം എന്നാണ് പറയാം. അപ്പോൾ അവർ അതിന് മൂടി മുടക്കം വെച്ചിട്ട് ആ സ്ത്രീ മരിക്കണ്ടായി. അത് നഷ്ടം സർക്കാരിനല്ലല്ലോ, അവരുടെ കുടുംബത്തിനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കേരളത്തിൽ ആരോഗ്യപരമായിട്ട് ജീവിക്കുക? അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഏതെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നു, ഇല്ലെങ്കിൽ പിന്നെ അത് അറ്റാക്ക് വന്നു എന്ന് തന്നെ കരുതുക. അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ശുശ്രൂഷ നൽകാൻ ഇവിടെയുള്ള ഏതെങ്കിലും മലയാളികൾക്ക് അറിയോ? ഒന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മീറ്റർ ഒന്ന് തികഞ്ഞ് ഓടാൻ ഇവിടെ കഴിയാത്തൊരു മലയാളിയാണ്. കാരണം നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് ഒക്കെ കുത്തി നിറച്ചിട്ടുള്ള ഭക്ഷണം. അൽഫാം, കുഴിമന്തി, അങ്ങനെയുള്ള ഓരോ വിഭവങ്ങളാണ് മലയാളിക്ക് ഇഷ്ടം. പിന്നെ അതേപോലെ ആഘോഷം വന്നു കഴിഞ്ഞാൽ ഈ ആഘോഷത്തിനൊന്നും ഇവർ വീട്ടിൽ ഭക്ഷണം വെക്കാറില്ല, ഒക്കെ കാറ്ററിങ്ങിന് കൊടുക്കുകയാണ്. അതൊക്കെ വളരെ എന്താ പറയുക, മലയാളി ഇത്രയും തരം താന്ന് പോയി എന്നാണ് ഇതിന് മനസ്സിലാക്കാറ്. പിന്നെ റോഡിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷമയോടുകൂടി വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ക്ഷമല്ലാത്ത രീതിയിലാണ്. ഒക്കെ തിരക്കാണ്, എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ളൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം കാണുന്നില്ല. ഇനി ശബരിമലയത്തെ വിഷയം പറയുകയാണെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണപ്പാളിയുടെ കാര്യം നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും, വാർത്താക്കാർ പറഞ്ഞ് ശരിക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ ദേവസ്വം അറിയാതെ എങ്ങനെയാണ് അവിടുന്ന് ആ ശില്പങ്ങൾ കൊണ്ടുപോവുക അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അവിടെ നിരവധി CCTV ക്യാമറകളുണ്ട്. ഒരാളെ ടാർഗറ്റ് ചെയ്യാനല്ല, അല്ലെങ്കിൽ ആളുകളുടെ മൂവ്മെൻറ്റ് ടാർഗറ്റ് ചെയ്യാനല്ല, ഒരുപാട് നൂതന അതിസാങ്കേതിക വിദ്യകളിലായിട്ടുള്ള ക്യാമറകളാണ് അവിടെ ഉള്ളത്. 1000 പേരിൽ ഒരാളെ തിരഞ്ഞ് കണ്ടുപിടിക്കാനുള്ള ശക്തിയുള്ള ക്യാമറ ഉണ്ട് അവിടെ. അപ്പോൾ ഇത്രയും ശക്തിയുള്ള ഒരു സ്ഥലത്ത് നിന്ന്, അതായത് അയ്യപ്പ സംഗമം നടത്താനുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിശ്വാസി പറഞ്ഞിട്ടുണ്ടായിരുന്നോ, അല്ലെ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇതുപോലുള്ളൊരു അയ്യപ്പ സംഗമം ഞങ്ങൾക്ക് വേണം എന്നുള്ളത്? ഇല്ല. ശബരിമലയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സ്ത്രീകൾ കയറിയ ഒരുപാട് വിഷ്വൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആര് കയറ്റി, എന്തിന് കയറ്റി എന്നൊക്കെ നമുക്കറിയാം.
അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു അയ്യപ്പൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ രീതിയിലല്ല പോയത്. പക്ഷേ ഇതെല്ലാം മുകളിൽ ഒരാളുണ്ട്. നമുക്കിപ്പോൾ വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നല്ല, എല്ലാത്തിനും ഒരു ആൾ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളടുത്ത് എപ്പോഴും പറയാറുള്ള കാര്യം എന്താ, 10 ആളിൽ നിങ്ങൾ 2 പേര് വീക്ഷിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പോണതും കൂടി ഒരു 2-3 പേര് തീർച്ചയായിട്ടും ഓരോ സ്ഥലത്ത് വെച്ച് വീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്ന സർക്കാരിനോട് ഞാൻ പറയണത്, നിങ്ങളൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നറിയില്ല. അപ്പോൾ അതിനുള്ള ശിക്ഷയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. കാരണം അയ്യപ്പനോട് പുലിക്കളി കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വേറെ രീതിയിലായിരിക്കും. അത് ഒന്നിച്ചാവും കിട്ടുക, അല്ലാതെ കുറച്ചല്ല കിട്ടുക. ഒന്നിച്ച് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ വന്നപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാലും പോരാ, എടുത്തമിട്ട ബ്ലോക്കായിരുന്നു. പറഞ്ഞാൽ ഇവിടെ ഒരു സിഗ്നലിൻ്റെ സിസ്റ്റം വേണം തീർച്ചയായിട്ടും. അല്ലാതെ അപ്പോൾ 2019 അത് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്, അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിൽ. അപ്പോൾ അത് അവിടുത്തെ ആളുകൾ അറിയാതെ എങ്ങനെയാണ് കൊണ്ടുപോവുക. ഇപ്പോൾ 42 കിലോ ഉള്ളത് 38 കിലോനായിരുന്നു. 2 കിലോ സ്വർണം ആര് കൊണ്ടുപോയി എന്നതിന് ഒരു ഉത്തരവില്ല അത്രേ. എന്താണ് ഇതിൻ്റെ നടക്കുന്നത്? കക്കാനായിട്ട് മാത്രം. അത് എന്തിനു കൊണ്ടുപോയി എന്ന് ചോദിക്കുന്നുണ്ട് കോടതി. അപ്പം ഞാൻ പറയട്ടെ, അത് കക്കാൻ കൊണ്ടുപോയതല്ലേ? ആ 4 കിലോ സ്വർണം വെറുതെ ഇങ്ങനെ പോവോ? അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഒരാളത് അറിയിക്കണേ ഹൈക്കോടതിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇത്രയും കാലം ഭക്ഷണമോ വായു വെള്ളമോ ഒന്നും കിട്ടാതെ അത് മെലിഞ്ഞിട്ടുണ്ടാവും. മെലിഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ടാവും. അങ്ങനെ 4 കിലോ കമ്മിയായിക്കാണ്, അല്ലാതെ അത് ആരും കൊണ്ടുപോയിട്ടില്ല. എന്തൊരു മുഴുവനും നുണ പറഞ്ഞിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോണത്. ഇങ്ങനെ പോയാൽ ഈ സർക്കാർ അധികകാലം ഉണ്ടാവില്ല തീർച്ചയായിട്ടും. ഇവിടെ ഒരു നേപ്പാളിനെ പോലെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ നേപ്പാളത്തെ അവസ്ഥകളൊക്കെ കണ്ടു. അവിടുത്തെ മന്ത്രിയും ഭാര്യയും കുടുംബസമേതം പലായനം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവമാവും ഇവിടെ ഉണ്ടാവുക തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ദേവസ്വത്തിൻ്റെ വിജിലൻസ് ഉണ്ട് ഇത്ര. അതേപോലെ കോടതിയിൽ ദേവസ്വം ബെഞ്ചുണ്ട്. അപ്പോൾ ഇത്ര കാലം അങ്ങനത്തെ ഒരു നമ്മുടെ ഭരണഘടനയിൽ അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ദേവസ്വത്തിൻ്റെ ഒരു വിജിലൻസും ദേവസ്വത്തിൻ്റെ ഒരു ബെഞ്ചും ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ കക്കണത് ആരെ അറിയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ദേവസ്വം ബെഞ്ച് എന്ന സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്കൊക്കെ അറിയാം എന്നിരിക്കണോ, പക്ഷേ നമുക്കിപ്പോൾ ഇതെന്ത് ചെയ്യാൻ കഴിയും? അതാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാവില്ല. അത്രേ നമുക്കതിൽ പറയാനുള്ളൂ എന്നും കൂടി പറയാം. കാരണം എങ്ങനെയാണ് ഏത് വഴിക്കാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തൊരു കഷ്ടമാണ് നമ്മുടെ കേരളം അല്ലേ. നമുക്ക് ശരിക്കും വേണ്ടത് അച്ചടക്കമാണ്. നമ്മുടെ മലയാളികൾക്ക് അച്ചടക്ക സ്വഭാവമല്ല. എനിക്കുണ്ട് എന്നല്ല പറഞ്ഞത്, പക്ഷേ അച്ചടക്ക സ്വഭാവമല്ല. ആദ്യം മലയാളിക്ക് വേണ്ടത് അച്ചടക്ക സ്വഭാവമാണ്. അതിന് ശേഷമാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. വെറുതെ ബാക്കിൽ വരുമ്പോൾ ഹോൺ അടിക്കുക, മുന്നിൽ വാഹനങ്ങൾ ഇല്ലാതാവും അവരുടെ വിചാരം. എന്തൊരു കലികാലമാണ് ദൈവമേ. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. ഒരു പ്രയോജനം ഇന്ന് കാണാനില്ല, കിട്ടാനില്ല.
അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവിടെ വിശ്വാസികൾക്ക് വിശ്വാസം തന്നെയാണ് വലുത്. അത് അയ്യപ്പ സംഗമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ആരും അങ്ങോട്ട് പോകുന്നുള്ളത്, ഉറപ്പായിട്ടും. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഒരു അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് നേടാനാണ് ഈ നാട്? കേരള നവകേരള യാത്ര നടത്തണ്ടായി നമ്മുടെ സിസ്റ്റം ഒരു ബസ്സിൽ. എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരാതി കൊടുത്തിട്ട് ആ പരാതിക്ക് എന്തെങ്കിലും ഒരു നടപടി കിട്ടിയിട്ടുണ്ടോ ഇതുവരെയായിട്ടും? ഇല്ലല്ലോ. അപ്പം പിന്നെ ഇതിലെന്തർത്ഥമുള്ളത്? അയ്യപ്പ നീ നിന്നെ തന്നെ കാത്തോ.